അത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ 9 to 5 കമ്പ്യൂട്ടർ ഉപയോഗമാണ്. കംപ്ലീറ്റ് ആത്മാർത്ഥത കൂടിയിട്ടുള്ള എഞ്ചിനീയർമാർ നമ്മുടെ നാട്ടിലുള്ള സമയമാണ്. നമുക്ക് ഭയങ്കര ഡിമാൻഡാണ് പുറത്ത് നമ്മുടെ എഞ്ചിനീയർമാർക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ആത്മാർത്ഥത കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ആത്മാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ത്യജിക്കേണ്ടി വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ നട്ടെല്ലിനാണ്. വിടുന്ന് തൊട്ട് കഴുത്തിൻ്റെ അവിടുന്ന് തുടങ്ങി അടി വരെയുള്ള ഈ ഭാഗത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് ഈ ആത്മാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കിത് വരുന്നില്ല. എന്നാൽ 9 to 5 യൂസ് ചെയ്യുന്ന ഇടയിൽ അത്രയും കെയർഫുള്ളായിട്ട് ചെയ്യുന്ന പലർക്കും വരുന്നുമുണ്ട്. നമ്മൾ ഒരേ പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കാര്യം ചെയ്താലും അത് നമ്മുടെ ജോയിന്റുകൾക്ക് ഒരു പരിധി കൂടുതൽ താങ്ങില്ല. ഇപ്പം ഞാൻ കൈ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം പിടിച്ച് വെക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ പിടിക്കാൻ പറഞ്ഞല്ലോ, കുറച്ച് ആളുകൾക്ക് പറ്റും, ചില ആളുകൾക്ക് പറ്റില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മസിലുകൾക്ക് താങ്ങുന്നതിലും കൂടുതൽ നേരമായതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ നമ്മുടെ നട്ടലിനെ, നമ്മുടെ കഴുത്തിനെ, നമ്മുടെ തലേനെ ഒരു ഫോക്കസിലേക്ക് നമ്മളിങ്ങനെ പിടിച്ച് ഫോക്കസ് ചെയ്തിരുത്താണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മസിലുകൾക്കൊക്കെ ഭയങ്കര സ്ട്രെയിനാണ്. നമ്മളത് അറിയുന്നില്ല. നേരത്തെ പറഞ്ഞ ആത്മാർത്ഥതയുടെ ഭാഗമായിട്ട് നമ്മളതിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മൾ ആ വർക്കിൽ മുഴുകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മസിൽസ് കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണിക്കും. കൈ കുറച്ചു നേരം പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഇൻവോൾവ് ആയിട്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കഴയ്ക്കുമെങ്കിലും നമ്മൾ കഴയ്ക്കുന്നത് അറിയുന്നതിന് മുന്നേ അറിയാണ്ട് കൈ താഴെ പോകും. ഇത് തന്നെയാണ് ഇവിടുത്തെ മസിലുകൾക്ക് സംഭവിക്കുന്നത്. നമ്മളിവിടെ കഴയ്ക്കുന്നുണ്ട്, ഇവിടുത്തെ മസിലുകൾ ക്ഷീണിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രയോറിറ്റി നമ്മുടെ ബ്രെയിൻ കൊടുക്കുന്ന ഈ വർക്കിനാണ്. അപ്പോൾ ഇവിടെ കഴച്ച് ഇത് ഫ്രീ ആവും. കുറച്ച് കഴിഞ്ഞാൽ തളരും. അത് തളരുമ്പോൾ എന്തുണ്ടാവുക? ജോയിന്റുകളൊക്കെ തമ്മിൽ അടുക്കും. ജോയിന്റുകൾ അടുക്കുന്നതും നമ്മൾ അറിയുന്നില്ല. കുറേ നേരം കഴിഞ്ഞ് നമ്മൾ അനക്കാൻ നോക്കുമ്പോൾ ഈ അടുത്തിരിക്കുന്ന ഗ്യാപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന നരമ്പുകൾ ഇതിലേക്കൊക്കെ ക്ഷതേൽക്കാണ്. ചിലപ്പോൾ അപ്പോഴത്തെ ആ ഒരു ഉഷാറിൽ ചിലപ്പോൾ അറിയില്ല. പക്ഷെ ഓവർ ദി പീരീഡ് ഓഫ് ടൈം ഈ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. മസിൽസ് കൂടുതൽ ക്ഷീണിച്ചു തുടങ്ങും. ഫോണിൽ ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഒരു ടൈമർ വയ്ക്കുക, ഒരു റിക്കറിങ് അലാം സെറ്റ് ചെയ്യുക, ഒരു ബീപ്പ്, ജസ്റ്റ് ഒരു ബീപ്പ് അടിച്ചാൽ. ഈ ബീപ്പ് അടിക്കുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ എടുക്കും അല്ലെങ്കിൽ ഒന്ന് മൊബിലൈസ് ചെയ്യും. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെസ്ക് ജോബ് ആണെങ്കിലും എഴുതുന്ന വർക്കാണെങ്കിലും കമ്പ്യൂട്ടർ വർക്കാണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും അതവിടെ അപ്പം സ്റ്റോപ്പ് ചെയ്യുക. ഒരു 3-4 പോട്ടെ, ഒരു 10-20 സെക്കൻഡിൻ്റെ കേസേ ഉള്ളൂ. ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ മേലെ ഫാൻ ഉണ്ടോ എന്ന് നോക്കുക. ആകാശം ഫാനൊക്കെ അവിടെ ഓക്കെ അല്ലേ എന്ന് നോക്കുക. താഴെ ഭൂമി ഉണ്ടോ എന്ന് നോക്കുക. അപ്പുറം ഇപ്പുറം ഇല്ലവരൊക്കെ പണിയെടുക്കണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ പണിയെടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ആ ഒരു മൊബിലിറ്റി ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നമ്മുടെ മസിൽസിന് ഒരു റിലാക്സേഷൻ. ഇത്ര മാത്രം ചെയ്ത് നോക്കുക. ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും.